എന്തു പറ്റി? എനിക്ക് കൂടുതൽ കഴിക്കണ്ട, എന്നെ തടയൂ. ദിവസം മുഴുവൻ സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അയ്യോ, എന്റെ വയറേ. ഇങ്ങനെ പറഞ്ഞു വീണ്ടും അവൻ ആപ്പിൾ കടിച്ചു. ശരി, ഞാനിത് തടയാം. മാലാഖ മാജിക് ചെയ്തു. ചോട്ടുമാൻ കഴിക്കുന്നത് നിന്നു. ആ എല്ലാ ചെടികളും അപ്രത്യക്ഷമായി. അല്ലയോ ദൈവമേ! മാൻ നിലത്ത് വീണു. എന്നിട്ട് ദീർഘമായി പിന്നെ ശ്വസിക്കാൻ തുടങ്ങി. മാലാഖേ, എന്റെ വയറുള്ളിലേക്കാക്കൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ശരി, ചെയ്യാം. മാലാഖ മാജിക് കാണിച്ച് അവന്റെ വയറുള്ളിലേക്ക് ആക്കി. നന്ദി മാലാഖേ, നീ എന്റെ രണ്ടാമത്തെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കൂ. രണ്ടാമത്തെ അല്ല, ഇപ്പോൾ നിന്റെ 3 ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 3 എന്ന് വെച്ചാൽ ആദ്യത്തെ ആഗ്രഹം ദിവസം മുഴുവൻ തിന്നുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം നീ കഴിച്ചുകൊണ്ടിരുന്നത് നിർത്തുക. മൂന്നാമത്തെ ആഗ്രഹം നിന്റെ വയർ പഴയതുപോലെ ആക്കുക. ഇത് കേട്ടതും ചോട്ടുമാനിന്റെ മുഖം വിളറി. എന്റെ കാര്യം നീ ആവശ്യപ്പെട്ടതെല്ലാം നിനക്ക് വേണ്ടി മാത്രം ചിന്തിച്ചാ ചോദിച്ചത്. അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ലഭിച്ചില്ല. ആരാണോ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നത് അവർക്ക് നല്ലത് തന്നെ സംഭവിക്കുന്നു. മാലാഖേ, എന്റെ കയ്യിൽ ഇനിയും പൂക്കളുണ്ട്. വരൂ, ഞാൻ നിനക്ക് കഴിക്കാൻ തരാം. ഇത് കേട്ട് മാലാഖ ഉറക്കെ നിലവിളിച്ചു. ഇല്ല! മാലാഖ വേഗത്തിൽ ആകാശത്തേക്ക് പറന്നുപോയി. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും തന്റെ വയറിൽ കൈവച്ച് ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി.